ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുമാറ്റം നടന്ന ദിവസമാണ് ഇന്ന്. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോൾ പാലക്കാട്ട് റോഡ് ഷോയിലും പങ്കെടുക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ബി.ജെ.പിയെ ഞെട്ടിച്ച് കോൺഗ്രസിനോട് ചേർന്ന് സന്ദീപ് വാര്യർ. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കെന്ന് പ്രതികരണം. ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും സുരേന്ദ്രനെയും കടന്നാക്രമിച്ച് സന്ദീപ് വാര്യർ. സന്ദീപിനെതിരെ പാർട്ടി നടപടിയെടുത്തത് പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടെന്ന് കെ സുരേന്ദ്രൻ. ശിഖണ്ഡി എന്നും ഗുരുതര വിമർശനം. ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് വി.ഡി. സതീശന്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, വി.ഡി. സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. മറ്റു പാർട്ടികളിൽ കയറാൻ നോക്കി നടക്കാതെ കോൺഗ്രസിലെത്തിയതെന്ന് കെ മുരളീധരന്റെ പരിഹാസം. പാലക്കാട്ട് സന്ദീപ് വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ്, കരുതലോടെ പ്രതികരിച്ച് CPM. പേടിപ്പിച്ച് കുറുവാ സംഘം. ആലപ്പുഴയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിലുമെത്തി. പറവൂരിൽ 6 വീടുകളിൽ മോഷണ ശ്രമം. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. കള്ളവോട്ടിനെ ചൊല്ലി LDF-ഉം UDF-ഉം തമ്മിൽ തല്ല്. പോലീസ് ലാത്തിവീശി. നാളെ കോഴിക്കോട്ട് കോൺഗ്രസ് ഹർത്താൽ. ബംഗാളി നടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കുറ്റപത്രം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമെടുത്ത കേസിലെ ആദ്യ കുറ്റപത്രം. പത്തു കുട്ടികൾ മരിച്ച ഝാൻസിയിലെ ആശുപത്രിക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ച. 18 കുട്ടികളെ പ്രവേശിപ്പിക്കാവുന്നിടത്ത് ഉണ്ടായിരുന്നത് 49 പേർ. 16 കുട്ടികളുടെ നില ഇപ്പോഴും ഗുരുതരം. നടന്നിട്ട് 4 മാസത്തോളം 3 മാസം കഴിഞ്ഞ് ഇന്നും ഇവിടെ സർക്കാരിൻ്റെതായിട്ടോ ഒരു ഇതും കിട്ടിയിട്ടില്ല. ഇന്നലെ അടക്കം ഇവിടുത്തെ ആളുകൾ വിളിച്ചു പറയുന്നത് വാടക കയറിയിട്ടില്ല, 1 മാസത്തെ പോലും വാടക കയറിയിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഒറ്റപ്പെട്ടതാവാം, പക്ഷെ ആ ഒറ്റപ്പെട്ട ആളുകൾ വലിയ പ്രയാസത്തിലേക്കാണ്. കേന്ദ്ര സർക്കാർ ഇത് കേൾക്കണം. ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധം. അതിജീവനം സാധ്യമാകുമോ എന്നതിൽ ആശങ്ക. കോടതി കേന്ദ്രത്തെ തിരുത്തുമെന്ന് പ്രതീക്ഷ. ശരണപാത ഉണർന്നു. ശബരിമലയിൽ ദർശന പുണ്യം തേടി ഭക്തർ. സന്നിധാനത്തേക്ക് ആയിരങ്ങൾ. കൂടുതൽ പേർക്ക് ദർശന സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം മന്ത്രി. നടൻ ധനുഷിനെതിരെ ഗുരുതര ആരോപണവുമായി നയൻതാര. തന്റെ വിവാഹ ഡോക്യുമെന്ററി പുറത്തിറക്കുന്നതിന് തടസ്സം നിൽക്കുന്നു. നിഷ്കളങ്ക മുഖമല്ല ധനുഷിന്റേതെന്നും നയൻതാര. സന്ദീപ് ഇനി കോൺഗ്രസുകാരൻ. ഏറെ നാളത്തെ അതൃപ്തിക്ക് ശേഷം ബി.ജെ.പി വിട്ട സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ എത്തിയാണ് അംഗത്വമെടുത്തത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു.
BJP വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പാർട്ടിയെന്ന് സന്ദീപ് വാര്യർ. കോൺഗ്രസ് ക്യാമ്പിലെത്തിയതിന് പിന്നിൽ കെ സുരേന്ദ്രനും സംഘവും. കെ സുരേന്ദ്രനും മുഖ്യമന്ത്രിയും അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. കൊടകരയും കരുവന്നൂരും വെച്ച് മാറുന്നു. കോൺഗ്രസ് സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, BJPക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഏകാധിപത്യ പ്രവണതയുള്ള, ജനാധിപത്യത്തെ പാടയെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. UAPA ചുമത്തിയ കേസിൽ 17 പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി? പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൌൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ, ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുകയല്ല, സുപ്രീം കോടതി സീനിയർ കൌൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്രമാത്രം കോടതിയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന്, അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ അവർക്കറിയാം. ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൌൺസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി BJPയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, എന്തേ ഒരാൾ പോലും ബലിദാനിയായ ശ്രീനിവാസിന് വേണ്ടി ഹാജരായില്ല? കേരളത്തിലെ CPIMുമായി ചേർന്ന്, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. KPCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട്, നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് വലിയ നേട്ടമായാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത്. സന്ദീപിന്റെ നീക്കം അമ്പരപ്പിച്ചുവെങ്കിലും ഇത് ബാധിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് BJPയും CPMും ആസൂത്രണം ചെയ്യുന്നത്. ഇതിനിടെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചതിൽ കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് കെ മുരളീധരന്റെ പ്രതികരണത്തോടെ വ്യക്തമായി. പാലക്കാട് തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലെത്തുമ്പോൾ എതിർചേരിയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഇടവച്ചുവെന്ന് കോൺഗ്രസ് കരുതുന്നു. നേതാക്കൾ ഒന്നടങ്കം സന്ദീപിനെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന്റെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഞങ്ങളത് സർവാത്മന ഞങ്ങളതിനെ പിന്താങ്ങുകയും ചെയ്തു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, വെറുപ്പിന്റെ കടവിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്താനും വളർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും ശ്രീ സന്ദീപ് വാര്യരുടെ ഈ വരവ് നമുക്ക് ഉപകരിക്കും, നാടിന് ഉപകരിക്കും. പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സന്ദീപിന്റെ നീക്കം BJPയെ ഞെട്ടിച്ചു. നടപടിയെടുക്കും മുമ്പ് സന്ദീപ് കോൺഗ്രസിലെത്തിയത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് BJP. ഈ ആശയത്തോടും ആദർശത്തോടും പ്രതിബദ്ധതയുള്ള ആർക്കും പോകാൻ കഴിയില്ല. ഈ ആശയത്തോടും ഈ ആദർശത്തോടും യാതൊരു പ്രതിബദ്ധതയില്ല എന്നുള്ളത് തെളിയിച്ചു. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥയല്ലേ, അതുകൊണ്ടല്ലോ ഞങ്ങൾ ഒന്നും മറുപടി പറയാതിരുന്നത്. ആ തിരക്കഥ അനുസരിച്ച് നാടകം നടക്കട്ടെ. 23-ാം തീയതി കഴിഞ്ഞ് ഞങ്ങൾ മറുപടി പറയാം. കൂടുതൽ ആളുകൾ പോകുമോ? ഒരാളും പോയില്ല. സ്വന്തം നിഴലിന്റെ അപ്പുറത്ത് ഒരാളും കൂടി ഉണ്ടാവില്ല. പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒരു നഷ്ടവുമില്ലെന്നാണ് CPMന്റെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒരാളിങ്ങോട്ട് വരികയോ പോവുകയോ ചെയ്യുന്നുള്ളതല്ല പ്രശ്നം, നയാണ്. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യം അതാണ്. ഒരാൾ ഇന്നലെ വരെ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേരുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ ഞങ്ങൾ ഒരാളെയും ഭൂതകാലം മാത്രം നോക്കി സാധാരണ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ തള്ളിപ്പറയുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സന്ദീപിനെ സ്വീകരിച്ചത് കോൺഗ്രസിലും ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് വ്യക്തമാക്കുന്നതാണ് കെ മുരളീധരന്റെ നിലപാട്. ഈ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. അതേസമയം സന്ദീപിന്റെ കടന്നുവരവിനെ UDF-ലെ ഘടകകക്ഷികളും സ്വാഗതം ചെയ്യുന്നു. അടുത്ത ദിവസം പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളെ സന്ദീപ് വാര്യർ സന്ദർശിക്കും. സന്ദീപ് വാര്യർ നാളെ പാണക്കാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോലെ തന്നെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞൊരു മൂലയിൽ ഇരിക്കേണ്ട കാര്യമില്ല. സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം. അതെന്നെ ഒരു നല്ല കാര്യമല്ലേ, ശരിയായ തീരുമാനമാണ്. മതേതര രാഷ്ട്രീയത്തിൽ വിശ്വാസം ജനിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പരസ്യപ്രചരണത്തിന് അവശേഷിക്കുന്ന 2 ദിവസം പാലക്കാട് രാഷ്ട്രീയത്തെ അങ്ങേയറ്റം സംഘർഷഭരിതമാക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഉടൻ പ്രചരണത്തിനിറങ്ങും. സന്ദീപിന്റെ നീക്കങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയിൽ BJP-യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ ശിഖണ്ഡി എന്ന് വിശേഷിപ്പിച്ച് കെ സുരേന്ദ്രൻ. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് VD സതീശൻ വ്യാമോഹിക്കേണ്ട എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത പ്രയോഗമാണ് കെ സുരേന്ദ്രൻ്റേത് എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ മറുപടി. അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാണ്ഡവപക്ഷം തന്നെ, കൃഷ്ണകുമാർ തന്നെ തേര് തെളിക്കും. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശന്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഈ 23-ാം തീയതി കഴിയുമ്പോൾ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. ഉണർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വാസ്തവത്തിൽ ഈ രാജ്യത്തെ നമുക്കറിയാം, ഒരു പ്രത്യേക സമൂഹത്തെ അവഹേളിക്കുന്ന പദപ്രയോഗമാണ്. അത് ക്രിമിനൽ കേസ് എടുക്കേണ്ട പദപ്രയോഗമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല. സുരേന്ദ്രനെ പറഞ്ഞൊരു കാര്യമില്ല. സുരേന്ദ്രന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത്രേ ഉള്ളൂ, പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ സന്ദീപ് വാര്യർ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിന്റെ ഭാഗമായുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ റോഡ് ഷോയുടെ ഭാഗമായാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലെ തന്റെ ആദ്യ പടിയായി ഇപ്പോൾ കൂടെയുള്ളത്. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വലിയ ജനക്കൂട്ടമാണ്, വലിയ ആവേശകരമായ പരിപാടിയാണ്. സന്ദീപ് വാര്യരുടെ കൂടി കടന്നുവരവോടെ ആ പരിപാടിയുടെ ആവേശം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടോ? ശ്രീജിത്ത്, കേൾക്കാമോ? രാഹുൽ മാൻകൂട്ടത്തിന്റെ റോഡ് ഷോ ഇവിടെ പുരോഗമിക്കുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യം കേട്ടില്ല, പക്ഷെ ഇവിടെ വലിയ ശബ്ദ വിന്യാസമൊക്കെ ഉള്ളതുകൊണ്ട് കേൾക്കാൻ സാധിച്ചില്ല. എങ്കിലും അല്പസമയം ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് റോഡ് ഷോ ആരംഭിച്ചത്. സന്ദീപ് വാര്യർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റോഡ് ഷോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സന്ദീപ് വാര്യർ മാത്രമല്ല, സംസ്ഥാനത്തെ UDYF-ന്റെ, അതായത് UDF-ന്റെ യുവജന സംഘടനകളുടെ നേതാക്കളെല്ലാം തന്നെ ഇതിലുണ്ട്. പ്രത്യേകിച്ച്
ഹൈബീഡിനെ പോലുള്ള നേതാക്കളുണ്ട്, PK ഫിറോസ് ഉണ്ട് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച്, അങ്ങനെ മുസ്ലിം യൂത്ത് ലീഗിനെ പ്രതിനിധീകരിച്ച്, അങ്ങനെ കേരളത്തിന്റെ പ്രതിപക്ഷത്തെ UDFിലെ യുവജന സംഘടനാ നേതാക്കളുടെ എല്ലാം വലിയ ഒരു സംഗമവേദിയായി മാറുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സന്ദീപ് വാര്യർ ഈ പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് എത്തിയതിന്റെ വലിയൊരു ആവേശം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം തിക്കും തിരക്കുമാണ്. ഒരു തരത്തിലും പ്രവർത്തകരെ നിയന്ത്രിക്കാൻ തന്നെ കഴിയാത്ത വിധത്തിലുള്ള തിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പാലക്കാട്ടെ നേതാക്കൾ എത്തിപ്പോലും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരം നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കാതെ വരുന്നു. കിലോമീറ്ററുകളോളം നഗരത്തിൽ വലിയ ബ്ലോക്കും ഗതാഗത കുരുക്കും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ UDF പ്രവർത്തകർ പോകുന്നു. സന്ദീപ് വാര്യരുടെ വരവ് രാവിലെ വലിയൊരു സർപ്രൈസായി UDF അവതരിപ്പിച്ചെങ്കിൽ, കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിൽ, അതിനുമപ്പുറത്തേക്ക് ഈ ഒരു റോഡ് ഷോയിലൂടെ ഇന്നത്തെ ദിവസം പൂർണ്ണമായും UDF കയ്യിലെടുക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ തിരക്കിൽ പാലക്കാട് നഗരത്തിലെ വലിയ തിരക്കിനിടയിലൂടെ ഏതാണ്ട് താരക്കാട് പിന്നിട്ട് ഈ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഇനിയും ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം ഈ റോഡ് ഷോ ഉണ്ടാകും. അത് കോട്ട മൈതാനത്താണ് അവസാനിക്കുക. കോട്ട മൈതാനത്ത് ഈ റോഡ് ഷോ എത്തിക്കഴിഞ്ഞാൽ അവിടെ മ്യൂസിക്കൽ നൈറ്റ് എന്ന പേരിൽ ഉള്ള പരിപാടിയുമുണ്ട്. അതായത് യുവജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിക്കാണ് ഈ പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. UDF ഒരു പരിധിവരെ കുറച്ച് മുന്നേ കൊട്ടിക്കലാശം തുടങ്ങി ആവേശപൂർവ്വമുള്ള പ്രവർത്തകരുടെ പരിപാടിയിലേക്ക് UDF കടന്നിരിക്കുന്നു. നിരവധി പ്രവർത്തകരുടെ വലിയ നിര തന്നെ ഈ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. വലിയ ആവേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അവിടെ. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കൂടി വരുമ്പോൾ അവർക്ക് വലിയ തരത്തിലുള്ള ആവേശം വർദ്ധിക്കുന്നു. സന്ദീപ് വാര്യർ സംസാരിച്ചിരുന്നു, അതിലേക്ക്. ഇപ്പോൾ എത്തിയത് രാഹുലിന് വേണ്ടിയാണ്. ഉറപ്പുണ്ടായിരിക്കും ഞാൻ UDFന് വേണ്ടിയിട്ടാണ് പ്രചരണത്തിൽ. ട്രെയിലറെ പൂരാ പിക്ചർ അഭി ബാക്കി മേരെ ദോസ്ത്. ആ പിക്ചർ എപ്പോ വ്യക്തമാകും? ഞാൻ പറഞ്ഞല്ലോ, ഏതോ ട്രെയിലറെ പൂരാ പിക്ചർ അഭി ബാക്കി. എന്താ സംശയം? നിരവധി ആളുകൾ. സന്ദീപിനൊപ്പം ആരെങ്കിലും ഉണ്ടാവും? ഞാൻ പറഞ്ഞു, എന്റെ കൂടെ എന്നല്ല, കേരളത്തിലെ BJP നേതൃത്വത്തിൽ അസ്വസ്ഥരായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യർ, ആയിരക്കണക്കിന് പേരുണ്ട്. ഇതൊക്കെയാണ് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിലുണ്ടായ പ്രധാന സംഭവവികാസങ്ങൾ. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്രവും കേരളവും വയനാടിനെ മറന്നു. ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആകില്ല എന്ന കേന്ദ്ര നിലപാട് കടുത്ത നിരാശയാണ് വയനാടിന് സമ്മാനിക്കുന്നത്. കേരളത്തോട് കേന്ദ്രം ചിറ്റമ്മ നയം കാണിക്കുകയാണെന്ന് ഈ നാട്ടുകാർ വേദനയോടെ പറയുമ്പോൾ അതിജീവനം എങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരവില്ല. ദുരന്തം തകർത്ത ചൂരൽമല ഇന്നൊരു നിശബ്ദ ഗ്രാമമാണ്. പോലീസിന്റെ കർശന നിയന്ത്രണങ്ങൾ മറികടന്നു വേണം ഇവിടേക്കെത്താൻ. ഇന്നിവിടെയുള്ളത് ഈ ചെറിയ 2 ചായക്കടകൾ മാത്രം. പുഴയോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ ഭൂരിഭാഗവും നശിച്ചിട്ടുണ്ട്. റോഡിന്റെ മറുവശത്തുള്ള കെട്ടിടങ്ങൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുവാദവുമില്ല. നമ്മളൊക്കെ ഒരു പൊട്ടിയിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ഇവിടെ ചവിട്ടണ പൊളിക്കണ സൗണ്ട് കേട്ട്. അപ്പൊ അമ്മേനെ എന്നെ വിളിച്ചപ്പോ തന്നെ പിന്നെ ലൈറ്റ് ഇടുകയും ചെയ്തു. അപ്പൊ തന്നെ അവര് പോവുകയാണ് ചെയ്ത്. മോഷണത്തിന് എത്തിയത് കുറുവാ സംഘമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ആലുവ റൂറൽ SP സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പറവൂർ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും നാട്ടുകാർ ഇപ്പോഴും ഭീതിയിലാണ്. അവര് മോഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം മോഷ്ടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കൊല ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളിപ്പോൾ ഭയങ്കര ഭീതിയോടെ കാണുന്നത്. ആലപ്പുഴയിലെ കുറുവാ മോഷണ പരമ്പരയിൽ മോഷ്ടാക്കളിൽ ഒരാളെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ മുഖം വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇയാൾ പ്രായമായ ആളാണെന്നും നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പുന്നപ്രയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്
പ്രതിയെ തിരിച്ചറിഞ്ഞത്. വൈകാതെ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം തൂക്കുകുളത്ത് യുവാവിനെ ആക്രമിച്ചു കടന്നുകളഞ്ഞത് ഇയാളുടെ കൂട്ടാളിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആക്രമണത്തിനിടെ മൂക്കിന് ഗുരുതര പരിക്കേറ്റ മോഷ്ടാവ് സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി, ആലപ്പുഴ. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ CPM കോൺഗ്രസ് സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകരുടെ നിരവധി വാഹനങ്ങൾ അടിച്ചു തകർത്തു. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നെന്ന് MK രാഘവൻ MP ആരോപിച്ചു. മെമ്പർമാർ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുൻപേ വോട്ട് ചെയ്യപ്പെട്ടു. പോലീസിന്റെ സഹായത്തോടെ CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നും നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും പോലീസ് പക്ഷപാതത്തിനെതിരെയും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നാളെ ഹർത്താലാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ ആണ് ഹർത്താൽ. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തെ തുടർന്ന് കോൺഗ്രസാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 10 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ത്രിതല അന്വേഷണം. പോലീസും അഗ്നിശമന സേനയും അന്വേഷണം നടത്തും. 6 അംഗ ഡോക്ടർമാരുടെ പാനലും സംഭവം അന്വേഷിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഭായ് മെഡിക്കൽ കോളേജിലെ നിയോനേറ്റൽ ICUവിൽ ഇന്നലെ രാത്രി 10:30-ക്കാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തയുമായി മനു ചേരും.